പക്ഷേ നിരന്തരം നമ്മുടെ ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോ അത് മാത്രം എന്റെ പ്രസംഗത്തിനിടയ്ക്ക് ഞാനൊന്ന് കേൾപ്പിക്കുന്നു. ആദ്യം എന്നെ പറ്റി ഉണ്ടാക്കിയ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ, പിന്നെ അതിന്റെ ശരിയായ ഭാഗവും കേട്ടോളൂ. ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ? ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ഫഖൂലൂ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും നിങ്ങൾ കേട്ടോ, നല്ലത് പറയണേന്ന് കഴിഞ്ഞതിന്റെ ശേഷം എന്റെ ചിത്രം ഒന്ന് ചാടിയത് ശ്രദ്ധിച്ചോ നിങ്ങള്? അങ്ങനെ പറയണതിന്റെ ഇടയ്ക്ക് എന്റെ ചിത്രം ഒന്നിങ്ങനെ വെട്ടണ്. അതായത് വിദഗ്ധമായിട്ട്, അത് നമ്മളെ ഉമ്മാർക്ക് മനസ്സിലാവൂല, നമ്മളെ പ്രായമുള്ള കാരണവന്മാർക്ക് തിരിയൂല. ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം. കണ്ടോ, അവിടെ എന്തോ കട്ട് ചെയ്യുമ്പോഴാണ് ആ ചിത്രം ഒന്ന് മാറുന്നത്. ശ്രദ്ധിച്ചോളൂ. നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ഫഖൂലൂ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അല്ലാഹുവിന്റെ കലാമല്ലേ. കണ്ടോ, ഈ ഭാഗമാണ്. ഇതാണിപ്പോ ഇവര് സാധാരണ കേൾപ്പിക്കുന്നത്. ഇവര് സാധാരണ ആളുകൾക്ക് കല്യാണ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ഖുറാഫികള്, കുബൂരികള് എന്നോടുള്ള വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ചില പഴയ സുഹൃത്തുക്കളും ഇതാപ്പൊ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഞാനിവിടെ പറഞ്ഞത്? ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ എന്താ പ്രസംഗത്തിൽ പറയുന്നത് എന്നറിയോ? ഇദാ ഹദർതുമുൽ മരീളാവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ, നിങ്ങളൊരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ സമീപത്ത് ചെന്നാൽ നിങ്ങൾ നല്ലത് മാത്രം പറയണേ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇതിന്റെ അർത്ഥം മരിച്ചയിടത്ത് ഖുർആൻ ഓതണം എന്നല്ല, ഇതിന്റെ അടുത്ത് മരിച്ചയിടത്ത് യാസീൻ ഓതണം എന്നല്ല, മറിച്ച് നിങ്ങൾ നല്ലത് പറയണേ എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് ജനാസയുടെ സമീപത്ത് പോയിട്ട് ആ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതാണ് ആവശ്യപ്പെടുന്നത്. അതല്ലാതെ നിങ്ങൾ നല്ലത് പറയണേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, നല്ലത് കൊണ്ട് ഉദ്ദേശം ഖുർആനല്ലേ, അതുകൊണ്ട് അതല്ലേ ഹസീനല്ലേ, അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നിടത്ത് നിന്ന് അതല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പുറവും കട്ട് ചെയ്തു. അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒന്നിച്ചു കേൾക്കുമ്പോ എന്ത് തോന്നും? അതേ ഹുസൈൻ സലഫി പറയുന്നു, നിങ്ങളൊരു ജനാസയുടെ സമീപത്തെത്തിയാൽ നല്ലത് പറയണേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിന്റെ ഖുർആനല്ലേ, യാസീനല്ലേ, അതുകൊണ്ട് അത് ഓതണമെന്നാ ഇപ്പൊ മൗലവി പറയുന്നത് എന്നാക്കി മാറ്റി. അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഭാഗം, മുഴുവനല്ല ബാക്കിയുള്ള ഭാഗം നിങ്ങൾ കേൾക്കുക. ആ സീഡ് നിങ്ങൾ മുഴുവനുമായിട്ടൊന്ന് കേൾക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊന്ന് കേൾക്കണം. രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗിയുടെ സമീപത്ത് അത് ഏത് നിലക്കുള്ള രോഗിയാണെങ്കിലും, ആസന്ന മരണനായ രോഗിയാണെങ്കിലും, ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഹദർതുമുൽ മരീദ അവൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് തിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ? ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ? ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ. ഇപ്പൊ കേട്ടില്ലേ, നിങ്ങൾ നല്ലത് പറയണേ. ഇവിടെ കട്ട് ചെയ്തു. ഇതവർ കേൾപ്പിച്ച ഭാഗമാണ്. ഈ കട്ട് എന്റെ ബാക്കി കേട്ടോ. നല്ലത് പറയണേ,
നല്ല കാര്യത്തിന് അള്ളാഹിനോട് ചോദിക്കണേ. ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസീൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഫഖൂലൂ ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്. അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആൻ ഓതലല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കി?